സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പദ്ധതിയിലൂടെ ഇതുവരെ ലഹരിയിൽ നിന്ന് മോചനം നേടിയത് 999 പേർ. 7 വർഷം കൊണ്ട് 1 ലക്ഷത്തിലധികം പേരാണ് കൌൺസിലിംഗിനും ലഹരി ചികിത്സയ്ക്കുമായി ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലെത്തിയത്. 2018 നവംബർ മുതൽ 2024 ഏപ്രിൽ വരെ സംസ്ഥാനത്തെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൌൺസിലിംഗിനും ലഹരി ചികിത്സയ്ക്കുമായി എത്തിയവരുടെ എണ്ണം 1,19,556 ആണ്. ഏറ്റവും അധികം പേർ ലഹരിയിൽ നിന്ന് മുക്തി നേടിയത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് 1300, പാലക്കാട് നിന്ന് 1099, തിരുവനന്തപുരത്ത് നിന്ന് 1063 പേരാണ് വിമുക്തിയെ ആശ്രയിച്ച് വിമുക്തി നേടിയത്. എറണാകുളം ജില്ലയിൽ 392 പേർ വിമുക്തി മിഷനിലെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ മനോനില വീണ്ടെടുത്തു. 177 പേർ ലഹരിയിൽ നിന്ന് മോചനം നേടിയ വയനാടാണ് ലഹരിമുക്ത പദ്ധതിയിൽ പിന്നിലുള്ളത്. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർ കൌൺസിലിംഗിനും ചികിത്സയ്ക്കുമായി എത്തിയത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് 14,698 പേർ. തൃശൂരിൽ നിന്ന് 12,425 പേരും എറണാകുളത്ത് നിന്ന് 12,056 പേരും ചികിത്സയ്ക്കും കൌൺസിലിംഗിനുമായി വിമുക്തിയെ സമീപിച്ചു. മദ്യം, മയക്കുമരുന്ന്, പുകയില എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കണ്ടെത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യൽ എന്നീ ലക്ഷ്യത്തോടെയാണ് വിമുക്തി മിഷൻ പ്രവർത്തനം തുടങ്ങിയത്. ലഹരിമുക്ത കേരളം എന്ന ആശയമാണ് വിമുക്തി പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.